ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇനി പഴയ കുറേ സിനിമകളായിട്ടുള്ളൊരു താരതമ്യപ്പെടുത്തലും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും മോഹൻലാൽ ഫാൻസുകാർ നമ്മുടെ ചാനലിൽ താഴെ വലിയ രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്കൊരു പ്രചോദനമായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 45 വർഷമായിട്ട് മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാൻ എന്ന നിലയ്ക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ആരംഭിക്കുന്നത്, സിനിമകളുമായിട്ടുള്ളൊരു അവലോകനം കാര്യങ്ങളൊക്കെയുള്ള ഒരു പ്രോഗ്രാം. ഇപ്പോൾ മോഹൻലാലിൻ്റെ പഴയ പല പല സിനിമകളും വിജയിക്കാത്ത സിനിമകൾ ഇപ്പോൾ ഗംഭീര വിജയമായിരുന്നു, അന്ന് ഗംഭീര വിജയമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മോഹൻലാൽ ഫാൻസുകാരുണ്ട്. നമുക്കറിയാം പല സിനിമകളുണ്ട്. കുറച്ച് സിനിമകൾ നമുക്ക് ഇതിൽ പറയാം. നമുക്ക് എന്തായാലും ഗംഭീരമാണ് അവർ അന്ന് ആ സിനിമ അതിഗംഭീര വിജയമായിരുന്നു എന്ന് പറയുന്ന, എന്നാൽ നല്ല സിനിമയായിരുന്നിട്ട് അന്ന് വിജയിക്കാതെ പോയ മോഹൻലാൽ സിനിമകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ വൃത്തികെട്ട സിനിമകളല്ല, ഗംഭീരമായ സിനിമകൾ തന്നെയായിരുന്നു. പക്ഷെ അന്ന് എന്തോ വിജയിക്കാതെ പോയത്, അന്ന് മമ്മൂക്ക വാണിയിരുന്നൊരു കാലമായിരുന്നു, അതുകൊണ്ട് ആണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അന്ന് വിജയിക്കാതെ പോയ മോഹൻലാൽ സിനിമകൾ പിന്നീട് ഇന്ന് ഇവരെല്ലാവരും പറയുന്നത് ഇപ്പോൾ ആ സിനിമകളൊക്കെ ഗംഭീര വിജയമായിരുന്നു എന്ന് പറയുന്ന സിനിമകളാണ്. ഗംഭീര സിനിമകൾ തന്നെയായിരുന്നു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് യോധ എന്ന സിനിമയും എന്താ പറയുക, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമ. 1992 വന്ന സിനിമകളാണ് ഈ രണ്ട് സിനിമകൾ. 92 എന്ന് പറയുമ്പോൾ എൻ്റെ ഡിഗ്രി BA ഫിലോസഫി അവസാനിച്ച വർഷമാണ് 1992. ആ 92 വന്ന രണ്ട് സിനിമകളാണ് പപ്പയുടെ സ്വന്തം അപ്പൂസും അതുപോലെ തന്നെ യോധയും. ഏത് സിനിമയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും രണ്ട് സിനിമ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ് എന്ന് പറയും. തൃശ്ശൂരിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജോസിലാണ് യോധ എന്ന സിനിമ വന്നത്. തൃശ്ശൂർ രാമദാസിലാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് വന്നത്. യോധ എന്ന സിനിമ വളരെ ഗംഭീരമായിട്ട് ചെയ്ത സിനിമയാണ്. അതായത് ശശിധരൻ ആറാട്ടുവഴി എന്ന വ്യക്തിയാണ് ആ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം രചിച്ചത്. ആ സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള സന്തോഷ് ശിവൻ്റെ ഏറ്റവും നല്ല ക്യാമറ ആർട്ടിസ്റ്റായിട്ടുള്ള സന്തോഷ് ശിവൻ്റെ, അതായത് ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ എന്നാണ്. അവരുടെ മക്കളാണ് സംഗീത് ശിവൻ, സന്തോഷ് ശിവനൊക്കെ. അതിൽ സന്തോഷ് ശിവൻ്റെ അനുജൻ സംഗീത് ശിവനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആ സിനിമയുടെ മ്യൂസിക് നമ്മൾ അന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്ര ഫേമസ് അല്ല. AR റഹ്മാനായിരുന്നു. അതിൽ 3 പാട്ടുകളുണ്ട്, ഗംഭീര പാട്ടുകളാണ് മൂന്നും. കുലുകുന് ചെറു കുറുനിരകൾ ചിതളിടയിൽ നല്ല സാധനം. അതുപോലെ തന്നെ മറ്റേ ജഗതിയും അതുപോലെ തന്നെ മോഹൻലാലും കൂടിയിട്ടുള്ള ആ പാട്ടിലെ ഗംഭീര സിനിമ ഗംഭീരമാണ്. പക്ഷേ ആ സിനിമ എന്ന് പറയുന്നത് കോപ്പിയടി സിനിമയാണ്. അത് ഒരു ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് കോപ്പിയടിച്ച സിനിമയാണ്. കറക്റ്റ് അതേപോലെ തന്നെ, ആ പേരെനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും പലർക്കും, നമുക്ക് സെർച്ച് ചെയ്തറിയാവുന്നതാണ്. ആ കറക്റ്റ് അതേപോലെ ചിത്രീകരിച്ചിട്ടുള്ള സിനിമയാണ് യോധ. പക്ഷേ ആ സിനിമയിലെ മോഹൻലാലും ജഗതിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന അഭിനയമാണ്. ഞെട്ടിക്കുന്ന കോമഡി എന്ന് പറഞ്ഞ കൗണ്ടറും അതെടുത്തിട്ടുള്ള ക്യാമറ വർക്കും അതിൻ്റെ സ്ഥലങ്ങളും നേപ്പാളും അക്കോസോട്ട എന്ന് പറയുന്ന ആ പയ്യനും കാര്യങ്ങളൊക്കെ ഗംഭീര സിനിമയാണ്. ഞാൻ ഒരിക്കലും യോധ എന്ന സിനിമ ഗംഭീരമാണെന്ന് പറയുള്ളൂ. ഗംഭീരം, അല്ലെങ്കിൽ മോശം എന്നല്ലെങ്കിൽ മീഡിയം എന്ന് പറയില്ല. ഗംഭീരം ഇഷ്ടപ്പെട്ട മോഹൻലാലിൻ്റെ സിനിമയാണ് യോധ. അതിൻ്റെ പോസ്റ്റർ ഡിസൈനിങ് നമ്മുടെ ഗായത്രി അശോകേട്ടനാണ്. ഗംഭീരമാണ് വർക്ക്. അതിൽ ഫൈറ്റ് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു യോധ. ആ യോധയിൽ അക്കോസേട്ടൻ അശോകനും തൈപ്പറമ്പിൽ അശോകനും അതുപോലെ തന്നെ ജഗതിയുടെ ക്യാരക്ടർ ഇവർ ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും മനോഹരമായ സിനിമയാണ്. പക്ഷേ ആ വിജയത്തിൽ മോഹൻലാലിൻ്റെ യോധയ്ക്ക് 75 ദിവസം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ വർഷം വമ്പം വിജയമായത് നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ മമ്മൂക്കയുടെ പപ്പയുടെ സ്വന്തം അപ്പൂസാണ്. ഫാസിൽ സംവിധാനം ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പൂസ്. മമ്മൂക്കയും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫയുടെ റിലേറ്റീവായ പയ്യൻ മാസ്റ്റർ ബാദുഷ എന്ന് പറഞ്ഞ വ്യക്തി, ആ കുട്ടിയാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ശോഭനയും അതുപോലെ തന്നെ പാകിസ്ഥാനി നടി കൂടിയായിട്ടുള്ള മറ്റേ പെൺകുട്ടിയൊക്കെ അഭിനയിച്ചിട്ടുള്ള രവീന്ദ്രനൊക്കെ അഭിനയിച്ചിട്ടുള്ള പപ്പയുടെ സ്വന്തം അപ്പൂസിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുകയാണെങ്കിൽ അത് വളരെ മനോഹരമായിട്ട് ഫാസിലിൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു മുമ്പനായി വളർന്നു കേമനായി എന്നൊക്കെയുള്ള പാട്ട് ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ
ആ പാട്ട് അതിൻ്റെ ലിറിക്സ് ആയിരുന്നു അന്ന് പോസ്റ്ററിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇളയരാജയുടെ മ്യൂസിക്കായിട്ടുള്ള രണ്ടുപേരും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോഴാണ് ഞാൻ കൃത്യമായിട്ട് ആലോചിക്കുന്നത്. ഇളയരാജയും ഗുരു ശിഷ്യൻ്റെയും കോമ്പിനേഷനാണ്. അതായത് പപ്പയുടെ സ്വന്തം അപ്പൂസ് ഗുരുവായിട്ടുള്ള ഇളയരാജയും ശിഷ്യനായിട്ടുള്ള AR റഹ്മാൻ മോഹൻലാലിൻ്റെ യോദ്ധയുമാണ്. അപ്പോൾ അറിഞ്ഞു മുമ്പനായി വളർന്നു കേമനായി ഗുരു കടാക്ഷമായി എന്നുള്ള പാട്ടൊക്കെ ഉള്ള ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എൻ്റെ ബാലഗോപാലനെ എന്നത്തേക്കുമ്പോൾ പാടടി. എന്തല്ലേ സിനിമ, അതിഗംഭീരമായ സിനിമ വന്നപ്പോൾ മോഹൻലാലിൻ്റെ നല്ല ഗംഭീരമായ സിനിമയെപ്പോലും തകർത്ത് തരിപ്പണമാക്കി വിജയം 150 ദിവസങ്ങൾ 200 ദിവസങ്ങളൊക്കെ ഓടിക്കൊണ്ട് തകർപ്പൻ വിജയം നേടി പപ്പയുടെ സ്വന്തം അപ്പൂസ്. അതായത് സ്വന്തം മകനെ ഭാര്യയില്ലാതെ വളർത്തി ചെറിയ പയ്യൻ അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് എത്ര തിരക്കുണ്ടെങ്കിൽ അവന് വേണ്ടി സമയം മാറ്റി വെച്ച് നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ മനസ്സിലാവാണ് സ്വന്തം മകന് ക്യാൻസർ എന്ന അർബുദം ഉണ്ടെന്നും അതുകൊണ്ട് ഒരിക്കലും അതായത് പപ്പയ്ക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. കാരണം അത്രമാത്രം സ്നേഹിച്ച് വളർത്തിയ മകന്, അതായത് അമ്മയില്ലാതെ വളർത്തിയ മകന് ഇങ്ങനെ അസുഖം വരുമ്പോൾ തളർന്നു പോകുന്ന പപ്പയുടെ വേഷം അഭിനയിച്ച മമ്മൂക്ക തന്നെയാണ് അവിടെ എല്ലാം കൊണ്ടും തകർത്തത്. കാരണം മമ്മൂക്കയും സുരേഷ് ഗോപിയുള്ള ഹോസ്പിറ്റൽ സെൻറ്റിമെൻറ്റ് സീനും, അതുപോലെ തന്നെ അവസാനം മകൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ബോട്ടിൽ, അതായത് ഫാസിൻ്റെ എല്ലാ സിനിമകൾക്കും എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ജോണർ ഉണ്ടായിരുന്നു, ഒരു ഇതുണ്ടായിരുന്നു, ഒരു എന്താ പറയുക വീക്ക്നെസ് അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ. അദ്ദേഹം ആദ്യത്തെ സിനിമ മുതൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൊരു ഷാളായിരുന്നു അതിൻ്റെ ഒരു മെയിൻ സംഭവം. ആ ഷാള് കഴുത്തിലുണ്ടെങ്കിൽ ശങ്കറിന് ശക്തി കൂടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സിനിമയിലും അങ്ങനെ ഒരു മിത്ത് പോലൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താ പറയുക, ആ കുട്ടിയെ കൊണ്ട് ബോട്ടിൽ ശോഭനയെ കാണിക്കാൻ പോകുന്നതും അവസാനം ശോഭനയ്ക്ക് കൊടുക്കാൻ വേണ്ടി കുട്ടീനെ കൊണ്ടുപോകുന്ന ശോഭന മടക്കി വിടുന്നതും ആ കുട്ടി വീണ്ടും തിരിച്ചു വരുന്നതൊക്കെയുള്ള അതിഗംഭീര സിനിമയായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഞാൻ ഇതൊന്നും റെഫർ ചെയ്യാണ്ടാണ് പറയുന്നത്. പക്ഷേ പണ്ടത്തെ ഈ 1992 ഓർമ്മകൾ മാത്രം അയവിറക്കിക്കൊണ്ടാണ് രണ്ട് സിനിമയെക്കുറിച്ച് പറഞ്ഞത്. പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് മനസ്സിൽ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് ഒരു വീഡിയോയും കണ്ടിട്ടില്ല, അതിനെപ്പറ്റി ഞാൻ റെഫർ ചെയ്തിട്ട് പോയില്ല. രണ്ട് സിനിമയും എൻ്റെ മനസ്സിൽ അത്രമാത്രം ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ കൂടുതൽ വിജയം കൈവരിച്ച സിനിമ പപ്പയുടെ സ്വന്തം അപ്പൂസാണ്. അപ്പോൾ അവിടെയും മമ്മൂക്ക തന്നെയാണ് 1ാം സ്ഥാനത്ത് വിജയിച്ചത്. ഇനിയും കൂടുതൽ സിനിമ മമ്മൂട്ടി മോഹൻലാൽ തമ്മിലുള്ള കോമ്പിനേഷൻ സിനിമകളെക്കുറിച്ച് പറയുന്ന വീഡിയോകൾ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.